ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു. അന്നേരം ജയൻ പറയുന്നുണ്ട്, ഇനി തൊട്ട് നിങ്ങൾ ചന്തുമോളുടെ അച്ഛനും അമ്മയാണെങ്കിൽ ഞങ്ങൾ മുത്തശ്ശന്മാരാകാം എന്നിങ്ങനെ പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, മുത്തശ്ശന്മാരൊക്കെ ആയിക്കോളാം എന്ന് കരുതി ഇനി ചന്തുമോൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കുട്ടി വേണ്ട എന്നൊന്നും ചിന്തിച്ചേക്കരുത്. എത്രയും പെട്ടെന്ന് മോളൊരു അമ്മയാകണം എന്നിങ്ങനെ പറയുക. അന്നേരം ജയനും പറയുന്നുണ്ട്, അതെ, അവൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് നന്നായിട്ട് പരിഗണിച്ചേക്കണം. അതായത് ഇപ്പോൾ കാണുന്ന ഡോക്ടറെ മാറ്റാനുള്ള സമയമായി എന്നർത്ഥം. വേറെ ഏതെങ്കിലും നല്ല ചികിത്സ നോക്കിക്കോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരോട് അങ്ങ് പോവുകയാണ് കേട്ടോ. പോയി കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, കണ്ടോ, എൻ്റെ മുത്തശ്ശനെ പോലെ തന്നെയാണ് ഇവരും. അവർക്കും എന്നെ സംശയമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായില്ലേ അവർക്കും എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതിനിപ്പോൾ അനിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട് ഏട്ടൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞോന്ന്. അന്നേരം നയന പറയും, അതിന് ഈ സത്യങ്ങൾ അറിയാൻ അവന് സമയമുണ്ടോ? അവൻ എപ്പോഴും നന്ദുവിൻ്റെ പുറകെ അല്ലേ എന്നിങ്ങനെ ചോദിക്കും. പിന്നെ അനിയെയാണ് കാണിക്കുന്നത്. അനി നന്ദുവിനിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്തിട്ടും എടുക്കുന്നില്ല. ഞായറാഴ്ച ആയിട്ട് കൂടി ഫോണൊന്നും എടുക്കാത്ത പരിഭവമുണ്ട് അതുകൊണ്ട് അനി കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി ചെല്ലുമെന്ന്. അന്നേരം അവർ പറയുന്നുണ്ട്, എടാ, പോലീസ് ക്യാമ്പിലേക്ക് അങ്ങനെ ചെല്ലാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഞായറാഴ്ച പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കാണുമെന്ന് പറയുക. അന്നേരം അവർ പറയുന്നുണ്ട്, അവൾക്ക് അവിടെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് പറയണ്ടേ, എന്താടാ കാര്യം എന്ന് ചോദിക്കും. അന്നേരം അവർ പറയുന്നുണ്ട്, അവിടെ ഒരു ട്രെയിനറുണ്ട്, അയാളെ കൊണ്ട് അവൾ മടുത്തിരിക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി ചോദിക്കുകയാണ്, അയാൾക്കിട്ട് ഇരുട്ടടി കൊടുക്കണമെന്ന്. അന്നേരം അവർ പറയും, ഇരുട്ടടി അവൾ തന്നെ കൊടുത്തോളും, അവൾ അത് സോൾവ് ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരത്തെ പിന്നെ അനി നന്ദുവിനെ ഇങ്ങനെ വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ 1-2 തവണ കൂടെ വിളിച്ചു നോക്കും, എന്നിട്ട് അവൾ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലും എന്നിങ്ങനെ പറയുക. എന്നിട്ട് അനി അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അവൾ ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് എടുത്ത് കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആശ്വാസമുണ്ട്. ഇപ്പം 3 ബ്രാഞ്ചാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ആദർശേട്ടൻ അതൊന്നും നേരാവണ്ണം ശ്രദ്ധിക്കാൻ പോലും എനിക്ക് സമയമില്ല. പിന്നെ മിടുക്കന്മാരായ മാനേജർമാരുള്ളത് കൊണ്ടാണ് അത് നേരെ ഇങ്ങനെ വെച്ച് മുന്നോട്ട് പോകുന്നത്. അത് ആദർശം അറിയുകയും ചെയ്യാം. ആദർശിൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് മൈൻഡ് ചെയ്യാത്തത് എന്നിങ്ങനെ പറയും. അവർ ചോദിക്കും, ആദർശൻ എന്താണ് പ്രശ്നം? അന്നേരം പറയും, അതൊന്നും നിങ്ങളോട് പറയാനായിട്ട് പറ്റത്തില്ല, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, വീട്ടിൽ പ്രശ്നങ്ങളില്ലാതിരിക്കില്ലല്ലോ, അതുപോലെ ഒരുത്തിയല്ലേ നിൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയേക്കുന്നത്, അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്ക്, ഒഴിവാക്കിയാലേ നിനക്ക് സമാധാനം കാണുമെന്ന് പറയുമ്പോൾ ആര് പറയുന്നുണ്ട്, അവളെ ഒഴിവാക്കി എന്നോർത്ത് എനിക്ക് സമാധാനം കിട്ടില്ല, ആ ഒഴിവാക്കിയ സ്ഥാനത്ത് നന്ദു വന്നെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ആവൂ എന്നും ഇങ്ങനെ അനു പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. നന്ദു അവിടുത്തെ ആ ചെറുക്കനുമായിട്ട് ഇങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് കൈക്ക് ഇങ്ങനെ ഭയങ്കര വേദന, എവിടെയും ഇങ്ങനെ 2-3 ഇടിയും ചവിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വേദനയുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ തുഷാര. എന്നിട്ട് തുഷാര പറയുന്നുണ്ട്, നിൻ്റെ ഈ കൈക്ക് ഇത്രയും വേദനയാണെങ്കിൽ അവൻ്റെ ശരീരം മൊത്തം വേദന ആയിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ തുഷാര പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം കൊണ്ട് അയാൾ ഉറപ്പിച്ച് അയാളെ അടിച്ചത് നീയാണെന്ന്, ഇനി അതിൻ്റെ പേരിലുള്ള പ്രതികാര നടപടി ഉണ്ടാവുമോ അതോ പേടിച്ചിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അയാൾ പേടിച്ചിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പുറത്താക്കിയാലും കുഴപ്പമൊന്നുമില്ല, അന്ന് കൊടുത്തത് ബാക്കി കൊടുത്തിട്ടേ ഞാൻ പോകുള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം തുഷാർ പറയുന്നുണ്ട്, നിന്റെ ചേച്ചിമാരെ കെട്ടിച്ചു വിട്ടേക്കുന്നത് അനന്തപുരി തറവാട്ടിലേക്കല്ലേ, അവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് ഇത് എനിക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. അവിടെ ആദർശം നയനയും കൂടി ഇങ്ങനെ ചന്തുമോളെ കളിപ്പിക്കുക. അടുത്ത് തന്നെ ദേവയാനി ഇരിപ്പുണ്ടേ. അപ്പോൾ ഇവരിങ്ങനെ കളിപ്പിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ജലജയ്ക്കാണെങ്കിൽ ഇത് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല. ജലജ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഇത് വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, പ്രത്യേകിച്ച് നവ്യനെ, അതിൻ്റെ പേര് ഇവിടെ 2 അലമ്പുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്ര ആയില്ലേ എന്നിങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് കയറി പോവുക. ചെല്ലുമ്പോൾ ആദ്യമേ കാണുന്ന അബിയാണ്. അന്നേരം ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നിൻ്റെ ഭാര്യനെ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ചൂടാക്കാൻ നോക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ അങ്ങനെ കാണാനുള്ള സംഭവം എന്താ? അന്നേരം നീ താഴോട്ടൊന്ന് ചെന്ന് നോക്കുക, നിൻ്റെ അമ്മായി ഇപ്പോൾ ആ കൊച്ചിനെ കളിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അവർക്ക് ആ കൊച്ചിനെ ഇഷ്ടമല്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഒരു ഇഷ്ടം വന്നത് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരം ജലജ പറയും, എന്തൊക്കെ പറഞ്ഞാലും ആദർശിൻ്റെ കൊച്ചെന്ന് പറയുമ്പോൾ അവരുടെ കൊച്ചുമോളല്ലേ, അതിനെ എത്ര നാളിങ്ങനെ സ്നേഹിക്കാതിരിക്കുന്നത്, അവർ സ്നേഹിച്ചു പോകും. പക്ഷേ ആ നയന, അവളെയാണ് എനിക്ക് ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അവൾ എന്ത് കണ്ടിട്ടാണ് ഈ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നിങ്ങനെ എനിക്ക് മനസ്സിലാകാത്തത് എന്നിങ്ങനെ പറയും. അന്നേരം അബി പറയുന്നുണ്ട്, അവരെന്നെ എങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പണ്ടേ അവർ
ആദർശിനെ ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ജലജ പറയും, അതൊക്കെ ഉള്ളതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ നവ്യേനെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിക്കാൻ. എന്നെ അത്ര വിശ്വാസമില്ല അവൾക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതങ്ങ് കേൾക്കത്തില്ല. നിന്നെ ഇപ്പോൾ ഭയങ്കര വിശ്വാസമല്ലേ, അതുകൊണ്ട് നീ പോയി ഒന്ന് പറഞ്ഞ് ഇളക്കി വിട് എന്നിങ്ങനെ പറയുമ്പോൾ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് അബി റൂമിലോട്ട് ചെല്ലുക കേട്ടോ. ഈ സമയം നവ്യ കൊച്ചിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അന്നേരം അബി അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇവിടെ ഈ കൊച്ചിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് പറയുമ്പോൾ എന്താ അബിയേട്ടാ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, താഴോട്ടൊന്ന് ചെന്ന് നോക്ക്. ഇത്ര നാള് ആ ചന്തു എന്ന് പറയുന്ന കൊച്ചിനെ വെറുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ദാണ്ട് സ്നേഹിക്കാൻ തുടങ്ങി. നമ്മുടെ കുഞ്ഞിനെ ആര് സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആര് ശ്രദ്ധിക്കുമെന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ അബി അങ്ങനെ പറയുന്നേ, ഇപ്പോൾ ആരാ പ്രത്യേകിച്ച് സ്നേഹിച്ചു തുടങ്ങിയതെന്ന് ചോദിക്കും. അന്നേരം വേറെ ആരാ, നമ്മുടെ അമ്മായി തന്നെ എന്ന് പറയുമ്പോൾ അമ്മായിക്ക് ഇതെന്താ പറ്റിയത് എന്നിങ്ങനെ മനസ്സിലാകാത്തത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ അബി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ കൊച്ചുമോളല്ലേ, ചന്തു ആദർശിൻ്റെ മോനല്ലേ, അതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ, ബാക്കി എല്ലാവരെയും സ്നേഹിച്ചോട്ടെ. നിൻ്റെ അനിയത്തിക്ക് ശരിക്കും ഭ്രാന്താണോ, അവരെന്ത് കണ്ടിട്ട് ഈ ആദർശിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നില്ല, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്, അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്ന് പറയും. അന്നേരം അഭി ചോദിക്കുക, നീയല്ലേ പറഞ്ഞത് ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയേനെ എന്ന്, അവൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കറിയില്ല അഭി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണേ. നീ താഴെ പോയി രണ്ടടി ഉണ്ടാക്കുമല്ലോ എന്നൊരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽപ്പുണ്ടാബി. എല്ലാവരും ഇങ്ങനെ ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നവ്യ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന. എന്നിട്ട് നവ്യ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചെന്നിട്ടാണെങ്കിൽ, ഓ എന്തൊരു കൊഞ്ചിക്കലാ, ഇതൊക്കെ ഈ വീട്ടിൽ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ദേവേനെ ചോദിക്കും, അതെന്താ നവ്യ അങ്ങനെ പറഞ്ഞതെന്ന്. അല്ല, ഈ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കാൻ ഈ വീട്ടുകാർക്ക് സാധിക്കുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചുമോളല്ലേ, അവളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം അമ്മായിക്ക് ഇതിനു മുൻപ് ഈ കൊച്ചിനെ ഇഷ്ടമൊന്നും അല്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്ടം വന്നത് എന്താ എന്ന് ചോദിക്കും. അന്നേരം ദേവേന് പറയുന്നുണ്ട്, അതെൻ്റെ കൊച്ചുമോളല്ലേ, അതിനെ ഒരുപാട് കാലം വെറുക്കാനൊന്നും എനിക്ക് സാധിക്കത്തില്ല, പിന്നെ നേരത്തെ ദേഷ്യപ്പെടുമ്പോഴും എനിക്ക് അതിനോട് ഇഷ്ടമൊക്കെ തന്നെ ആയിരുന്നു എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യാണ് പറയുന്നുണ്ട്, ഇവിടെ എനിക്കൊരു കൊച്ചുണ്ട്, അതിനെ ആര് സ്നേഹിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല, അതിനെ ഒന്ന് കൊഞ്ചിക്കുന്ന പോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്തിനാ ഇവിടെ നിൽക്കുന്ന വീട്ടിലോട്ട് പോയാലോ, ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് പറയാണ് കേട്ടോ നയന. അന്നേരം ആദർശ് പറയാണ്, നീ എപ്പോഴും അബീനെ ഇങ്ങനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അബീനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്താനായിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്, എന്നെ കുറ്റപ്പെടുത്താൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിച്ച് അവനെ ഒരു നല്ല അച്ഛനും ഭർത്താവും ഒക്കെ ആക്കിയെടുക്കാൻ നീ നോക്ക്, അല്ലാതെ എന്നെ വിമർശിച്ചിട്ട് നിനക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നിങ്ങനെ ആദർശ് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ആദർശിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാനൊന്നും പറയാനും വരുന്നില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കൊച്ചിൻ്റെ ഒരു അമ്മ അങ്ങ് കോമയിൽ കിടപ്പുണ്ട് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടു, ഞാൻ അതിനെ കണ്ടിട്ടൊന്നുമില്ല, ഏതായാലും എന്തൊക്കെ ചികിത്സ കൊടുത്താലും അത് അവിടുന്ന് രക്ഷപ്പെട്ടു വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ നന്മപരം നയന. അന്നേരം നവ്യ പറയുന്നുണ്ട്, അവിടുന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചന്തുമോളുടെ അമ്മ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ പെണ്ണിനെ ഇവിടെ പ്രത്യേക സ്ഥാനം കാണും, അതിനെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ടി വരും, ആദർശേട്ടനെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ പിന്നെ നീ ആയിരിക്കും ഇവിടെ ഒരു അധികപറ്റ എന്ന് പറയുമ്പോൾ ദേവേന് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, എൻ്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നാലും എൻ്റെ മരുമകൾ ഈ വീട്ടിൽ തന്നെ കാണും, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങളുടെയൊക്കെ കൊഞ്ചിക്കൽ നടക്കട്ടെ, പക്ഷേ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് കയറി പോവാണ് കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട്, അവൾ സത്യങ്ങളൊന്നും അറിയാതെയാണല്ലോ ഈ സംസാരിക്കുന്നത് എന്ന്. അന്നേരം ആദർശ് പറയും, അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അമ്മ ഇനി സത്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട, അവൾ എന്ത് വേണമെങ്കിലും അങ്ങ് പറഞ്ഞോട്ടെ, അതങ്ങ് നമ്മളെ ഒന്നും ബാധിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുക, അത് തന്നെ ചേച്ചിക്കാകെ വിഷമാകും, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ആദർശൻ ഇങ്ങനെ പറയാൻ വാശി പിടിപ്പിച്ചപ്പോൾ ഞാനും മുത്തശ്ശനും കൂടി തടഞ്ഞത്, ചേച്ചിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവരിങ്ങനെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കാണിക്കുന്നത് നവ്യാണ്. നവ്യക്കാകെ വിഷമായതുകൊണ്ട് നവ്യ കനകെ വിളിക്കുകയാണ്. എന്നിട്ട് പരിഭവങ്ങളൊക്കെ പറയാം കേട്ടോ, എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ആരുമില്ല, നയന പോലും എൻ്റെ കൊച്ചിനെ ഒന്നും എടുക്കാറില്ല, എല്ലാവരും ആ ചന്തുമോളെയാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, ആ കൊച്ചിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, നിൻ്റെ കുഞ്ഞ് വാവയല്ലേ, അതിനെ നോക്കേണ്ടത് നീയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഓരോരുത്തരും പറയുന്നുണ്ട് എൻ്റെ കൊച്ച് പുറമ്പോക്ക് പോലെ
മോളെയാണ്, അതിനെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറയുക എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അത് പറയുന്നത് ആ ജാനകിയും ജലജയും അഭിയോ ഒക്കെ തന്നെ ആയിരിക്കില്ലേ, അവരൊക്കെ കുടുംബം കലക്കാൻ ഉണ്ടാക്കുന്നേ ശ്രമിക്കത്തുള്ളൂ, അതുകൊണ്ട് നീ അത് കാര്യമാക്കേണ്ടതെന്ന് പറയുമ്പോൾ അവർ കുടുംബകലം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന പറച്ചിലൊന്നും അല്ല, അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, എനിക്കത് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. നയന പോലും അങ്ങനെയാണ് പറയുന്നത്, അമ്മ നയനെ വിളിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുക. അന്നേരമാണ് കനകയുടെ അടുത്തോട്ട് ഗോവിന്ദൻ വരുന്നത്. ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവരെ സംബന്ധിച്ച് ആദർശിൻ്റെ കൊച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൊച്ചുമോളാണ്, അതുകൊണ്ട് അവരെല്ലാവരും സ്നേഹിക്കും. പക്ഷേ നമ്മുടെ നയനമോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ ചികിത്സിച്ച് ഭേദമായി തിരിച്ചു വരുവാണെങ്കിൽ അതിനാ വീട്ടിൽ സ്ഥാനം കൊടുക്കേണ്ടി വരില്ലേ, ഏറ്റെടുക്കേണ്ടി വരില്ലേ, അപ്പോഴും അതൊക്കെ പറ്റാകുന്നതും ജീവിതം ഇങ്ങനെ തുലാസിലാകാൻ പോകുന്നത് നമ്മുടെ നയനമോളിലാണ് എന്നിങ്ങനെ ഗോവിന്ദൻ പറയുമ്പോഴേക്കും ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ കനക. രണ്ടുപേർക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആകെ വിഷമാണ്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ചന്തുമോളെ എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ മാത്രം ഇങ്ങനെ ഉള്ളൂ, ഇങ്ങനെ കൊച്ചിനകത്ത് ഇങ്ങനെ റൂമിൽ വെച്ച് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. അന്നേരം അത് കണ്ടുകൊണ്ട് ഇങ്ങനെ വരുന്ന അനാമിക ഓർക്കാണ്, ഓ എന്നെ കുറ്റം പറയും, എന്നിട്ട് കെട്ടിയവൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ ഇങ്ങനെ അവൾ ഭക്ഷണമൊക്കെ കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി വരും. എന്നിട്ട് ചോദിക്കും, എന്നെ എപ്പോഴും കുറ്റം പറയാൻ നിനക്ക് നല്ല നാക്കാണല്ലോ, ഞാൻ വഴിപിഴച്ച് നടക്കുവാണ് എന്നല്ലേ നീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടക്കാറുള്ളത്, അതുപോലെ തന്നെ ഉണ്ടായതല്ലേടി ഈ കൊച്ച്, എന്നിട്ട് അതിനെ കൊഞ്ചിക്കാൻ നിനക്ക് നാണമില്ലേ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് കൊച്ചിനോടായിട്ട് പറയുന്നുണ്ട്, കൊച്ചേ ഇവൾ എന്തെങ്കിലും തരുമ്പോൾ മേടിച്ച് കഴിക്കുന്നതേ സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തിൽ ഉറങ്ങിക്കിടക്കാനുള്ള സാധനം നിനക്ക് ഇവൾ തരും എന്നിങ്ങനെ പറയുമ്പോൾ നയന തിരിച്ചു പറയാണ്, അതെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിൻ്റെ സ്വഭാവം എന്നെക്കൊണ്ട് പറയിപ്പിക്കണോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.